ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക്. മാർക്കറ്റിൽ കഴിഞ്ഞ 3-4 ദിവസമായിട്ട് ഒരേ മൂവ്മെന്റ് ആണ്. വലിയ ഒരു ഡയറക്ഷൻ തരാത്ത ചെറിയ രീതിയിലുള്ള മൂവ്മെന്റ് ആണ് മാർക്കറ്റ് തന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നും മേലേക്ക് ഒരു ബ്രേക്ക് ഔട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു മൊമെന്റം മാർക്കറ്റ് നമുക്ക് തന്നില്ല. അതിനുശേഷം ചെയ്തു മാർക്കറ്റ് സ്ലോ ആൻഡ് സ്റ്റഡി താഴെ വന്നു. ഒരു 0.36 അല്ലെങ്കിൽ 0.37% ഡൗൺ സൈഡിൽ നിൽക്കുന്ന നിലവില്. അപ്പോ ഇനി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഡെയിലി ക്യാൻഡിലാണെങ്കിലും ഈ ഒരു റേഞ്ചിന് താഴെ വന്നാൽ മാത്രമേ നമുക്ക് ട്രേഡ് താഴത്തേക്ക് പ്ലാൻ ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ ഈ ഒരു ഹൈയുടെ മേലെ മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് മേലേക്കുള്ള ട്രേഡുകളും പ്ലാൻ ചെയ്യാം. ഇതിനിടയിൽ എന്തായാലും ട്രേഡിൽ വലിയ മൂവ്മെന്റ് ഇല്ലാത്തതുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളൊന്നും കാര്യമായിട്ട് മൊമെന്റം ഇല്ല എന്നുള്ളതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നില്ല. വലിയ ഗ്യാപ്പ് അപ്പില് മാർക്കറ്റ് ഓപ്പൺ ചെയ്താൽ മാത്രമേ ചെയ്യാനുള്ളൂ നമ്മൾ ട്രേഡുകൾ പ്ലാൻ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. മേലേക്ക് ഒരു ചെറിയ ഗ്യാപ് ഡൗൺ അല്ലെങ്കിൽ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ ചെയ്യാം, മിക്കവാറും മാറി താഴെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം കഴിഞ്ഞ 3 ദിവസമായിട്ടും ചെറിയ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നു, അല്ലെങ്കിൽ ചെറിയ പോയിന്റുകൾ മാത്രമാണ് ഗ്യാപ്പ് അപ്പോ ഗ്യാപ് ഡൗൺ വന്നത് എന്നുള്ളതുകൊണ്ട് മാർക്കറ്റ് മൂവ്മെന്റിനുള്ള ഒരു സിനാരിയോ നമ്മൾ കണ്ടിട്ടുണ്ടായില്ല. അതുകൊണ്ടാണ് നമ്മൾ വളരെ ചെറിയ SL പ്ലാൻ ചെയ്ത് ട്രേഡ് ചെയ്യുന്നുണ്ടായിരുന്നത്. ഇപ്പൊ ഇന്ന് നമുക്ക് ട്രേഡ് കിട്ടിയത് ഇവിടുന്നാണ്. നമുക്കൊരു ചെറിയ ട്രേഡ് മേലേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് 3.3 മുകളിൽ ട്രേഡ് ബുക്ക് ചെയ്തിട്ടുണ്ടാവും എന്ന് തന്നെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നിഫ്റ്റിയിൽ നാളേക്ക് നമുക്ക് ചെയ്യാനുള്ളത്. ഇനി നിഫ്റ്റി ബാങ്കിലാണെങ്കിൽ നമുക്കറിയാം, നിഫ്റ്റി ബാങ്കാണ് കുറച്ചും കൂടെ വീക്കായിട്ട് നിൽക്കുന്നത്. നിഫ്റ്റി ബാങ്ക് ഇതിന്റെ കഴിഞ്ഞ 3-4 ദിവസത്തെ ലോയിലായി ചെയ്യുന്നത് സപ്പോർട്ട് എടുത്ത് നിൽക്കുന്നത്. ഇൻ കേസ് നാളെ ഫ്ലാറ്റ് ഓപ്പൺ ചെയ്ത് ബ്രേക്ക് ഡൗൺ കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു 52,900 എന്നുള്ള ലെവലിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ടാർഗറ്റ് ചെയ്യാൻ പറ്റും. മാർക്കറ്റ് ഇങ്ങോട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. നമുക്ക് മേലേക്ക് ട്രേഡ് കിട്ടുകയാണെങ്കിൽ ഇതിന്റെ മുകളിൽ, ഈ ഒരു ട്രെൻഡ് ലൈനിന്റെ മുകളിൽ വന്നാൽ മാത്രം ചെയ്യാം നമുക്ക് ട്രേഡുകൾ മുകളിൽ പ്ലാൻ ചെയ്ത് തുടങ്ങാം. അതായത് 53,500 മുകളിൽ. ഇൻ കേസ് ഇനി വലിയ ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്യാണ്, ഫസ്റ്റ് ക്യാൻഡിൽ പോസിറ്റീവ് ആവുകയാണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഫസ്റ്റ് ട്രേഡ് പ്ലാൻ ചെയ്ത് നോക്കാം. മേലേക്ക് 53,300 അല്ലെങ്കിൽ 230 അല്ലെങ്കിൽ 53,100 വരെയൊക്കെ മാർക്കറ്റ് പോകാം എന്നുള്ള കണക്കൂട്ടിൽ നമുക്ക് ഫസ്റ്റ് ട്രേഡ് മേലേക്ക് പ്ലാൻ ചെയ്യാം. അതെന്ത് ചെയ്യണം, മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് 52,846 അതിൽ താഴെ ആവണം. ഫസ്റ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നത് ഈ ഒരു സപ്പോർട്ട് സോണിന്റെ മുകളിലായിരിക്കണം. എന്നാൽ മാർക്കറ്റ് ചെയ്യാൻ പാടുള്ളൂ, മേലേക്ക് ട്രേഡുകൾ പ്ലാൻ ചെയ്യാൻ പാടുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് പതുക്കെ എന്ത് ചെയ്യാം, ഒരു ബിയർ സെന്റിമെന്റിൽ ക്ലോസ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി സെൻസെക്സിന്റെ കേസിലും അത് തന്നെയാണ്. നിഫ്റ്റിയുടെ സെയിം സിനാരിയോ അല്ലെങ്കിൽ സെയിം ചാർട്ടാണ് ഇപ്പോൾ നിലവിൽ ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ നിഫ്റ്റി ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ സെൻസെക്സും കൂടെ പോരാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ 80,800 വരെയൊക്കെ ടാർഗറ്റ് എന്ത് ചെയ്യാം, ഡൗൺ സൈഡ് ട്രേഡ് പ്ലാൻ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ മിക്കവാറും ഈ ഒരു ഏരിയക്കുള്ളിൽ തന്നെ എന്ത് ചെയ്യാം, സെൻസെക്സും ട്രേഡ് ചെയ്യാന്നുള്ളതുകൊണ്ട് നമ്മൾ സെൻസെക്സിൽ അങ്ങനെയാണെങ്കിൽ നാളെ ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നില്ല. ഫ്ലാറ്റ് ഓപ്പണിംഗിൽ നമ്മൾ ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നില്ല. ഒന്നല്ലെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത്, എവിടെ ട്രെൻഡ് ലൈൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം, നമുക്ക് മേലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു ലോ, ഇപ്പൊ നിൽക്കുന്ന മാർക്കറ്റ് നിൽക്കുന്ന ഈ കറന്റ് ലോ ഇത് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെയ്യാം ട്രേഡ് ഡൗൺ സൈഡും പ്ലാൻ ചെയ്യാം. ഇത് രണ്ടുമായിരിക്കും നമുക്ക് നാളേക്കുള്ള ട്രേഡുകൾ എന്ന് പറയുന്നത്. ഇതിനകത്ത് നമ്മൾ നാളെ ട്രേഡ് ഒന്നും പ്ലാൻ ചെയ്യുന്നില്ല. കാരണം സാധാരണ എല്ലാ വെള്ളിയാഴ്ചകളിലും മാർക്കറ്റ് നമ്മൾ ട്രാപ്പിലാക്കുന്ന രീതിയിലാണ് മൂവ് ചെയ്യാറുള്ളത് എന്നുള്ളത് നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യുന്നില്ല. ഇതിനെ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്ത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മേലേക്കുള്ള ട്രേഡുകൾ പ്ലാൻ ചെയ്യും. ഫ്ലാറ്റ് ഓപ്പൺ ചെയ്ത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഈ സോൺ ബ്രേക്ക് ആയി താഴത്തേക്കും ട്രേഡ് പ്ലാൻ ചെയ്യും. ഇതായിരിക്കും നാളേക്കുള്ള നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്ന് പറയുന്നത്. മറ്റുള്ള ട്രേഡുകളൊന്നും നമ്മൾ പ്ലാൻ ചെയ്യുന്നില്ല. ഇത് മാത്രമായിരിക്കും നാളെ നമ്മൾ ഇൻട്രാഡേയിൽ ട്രേഡ് ചെയ്യാൻ പോകുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ പേജ് ഒന്ന് ലൈക്ക് ചെയ്ത്